അങ്ങനെ ഒരുപാട് സമയത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് പുഴയിലെ അടിയൊഴുക്കിനെയും കാറ്റിനെയും മഴയെയും എല്ലാം തരണം ചെയ്ത് സ്കൂബ ഡൈവേഴ്സ് ഇതാ അർജുനെ തേടി പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇനിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. സ്കൂബ ഡൈവേഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ അർജുന്റെ അരികിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ആ ഒരു ലോറിയുടെ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതും, അതുപോലെ തന്നെ ഒരു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ആ ഒരു ലോറിയുടെ അവസ്ഥ എന്താണ്, ആ ഒരു ലോറി എങ്ങനെയാണ് കിടക്കുന്നതെന്ന് അറിയാനായിട്ട് പുതിയൊരു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് അടുത്ത അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേഗം തന്നെ കിട്ടുന്നതായിരിക്കും. നല്ല അടിയൊഴുക്കും കുത്തൊഴുക്കും ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണിത്. അത്യാവശ്യം മഴയും കാറ്റും ഇപ്പോഴും ആ ഒരു പ്രദേശത്ത് ഉണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. ഇനിയും ഒരുപാട് സമയം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അർജുന്റെ ശരീരത്തിൽ ചെറിയൊരു ജീവന്റെ തുടിപ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ ഒരു സാധ്യത പോലും അസ്തമിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അത്തരത്തിൽ ഇല്ലാതിരിക്കാനാണ് സ്കൂബ ഡൈവേഴ്സ് ഈ ഒരു സമയത്ത് അടിയൊഴുക്കുണ്ടെങ്കിൽ തന്നെ നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് ഈ ഒരു സമയത്ത് അർജുനെ തേടിയിട്ട് പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ അർജുനെ കണ്ടെത്താനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കാം. അർജുന്റെ ജീവനിൽ ചെറിയൊരു ചൂടെങ്കിലും ചെറിയൊരു ജീവന്റെ തുടുപ്പെങ്കിലും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ അർജുന്റെ ജീവിതത്തിൽ ആ ഒരു വലിയൊരു ഭാഗ്യവും അതുപോലെ തന്നെ നമ്മളുടെ പ്രകൃതിയും കൂട്ടുനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ അർജുന്റെ കൈപിടിച്ച് പുഴയിൽ നിന്ന് ഉയർന്നു വരാനായിട്ട് നമ്മുടെ സ്കൂബ ഡൈവേഴ്സിന് സാധിക്കും. എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. അവസാന നിമിഷം വരെയും പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. എല്ലാവർക്കും ഒരുപോലെ പ്രതീക്ഷിച്ച് കാത്തിരിക്കാം. കേരളക്കരയുടെ പ്രിയപ്പെട്ടവനെ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അർജുനെ പറ്റി എന്തെങ്കിലും ഒരു കാര്യം അറിയാനായിട്ട് തീർച്ചയായിട്ടും ആ ഒരു പ്രാർത്ഥനയും എല്ലാം തന്നെ അർജുന്റെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഫലം ചെയ്യുമെന്ന് വിശ്വസിക്കാം. നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.